ചീരത്തൈ നിൽക്കണ കണ്ടോ 10, 12, 13 ദിവസം ആയിട്ടുള്ളൂ. വാത്താങ്കീരയാണ്, നാടൻ കീരയാണ്. ഇത് വാത്താനെന്ന് പറയുന്ന സാധനമേ നിങ്ങളെ നാട്ടിൽ എല്ലായിടത്തുള്ള നാടൻ കീരയാണ്. നമ്മുടെ നാട്ടിലെ നാടൻ കീര. ഇതാ ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് ഇതാണ്. ഇതാണ്ട വെള്ള കളറിലിരിക്കും, ചേടിപ്പൊടി കണക്കിരിക്കും. ഇതാ ഈ വെള്ളത്തിനകത്ത് ഇടയാണ്. ഇതാ ഇട്ടു. നമ്മൾ കൂടുതലും നമുക്ക് ഇതിൻ്റെ അളവറിയാം. നിങ്ങൾ ഇടുമ്പോൾ 1 ടീസ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. നോക്കിക്കോളൂ, നിങ്ങൾക്ക് വീട്ടമ്മമാർക്ക് കാണിക്കാൻ വേണ്ടിയാണ്. ഇത് കലക്കി വെച്ചു. നിങ്ങൾ ഡയറക്റ്റ് ഇതിൻ്റെ മണ്ടയിൽ ഒഴിക്കരുത്. ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് പങ്കസ് പിടിച്ചു. ഇനി ഇത് 24, 8 മണിക്കൂർ 10 മണിക്കൂർ കഴിയുമ്പോൾ തെളിയുമ്പോൾ തെളിഞ്ഞ വെള്ളം എടുത്ത് ഇത് തെളിഞ്ഞ് അടി പോവും. നാളെ രാവിലെ നോക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് അടിയിരിക്കുന്നത്. ഇത് നാളെ രാവിലെ തളിക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചേക്കുന്നത്. ഇത് തെളിയുമ്പം നിങ്ങൾ കൈ കൊണ്ട് തളിക്കരുത്. ഇതിനൊക്കെയുള്ള കൂവ മാറ്റി വെച്ച് ഇത് അരിപ്പാണ്. ഇതിൽ നിന്ന് വെള്ളം വീണ പാടത്തെ വെള്ളം എടുക്കുകയാണ്. ഇതേ കണക്ക് വീഴും. ഇതിൻ്റെ മണ്ടയിൽ തളിച്ചു കൊടുക്കണം. തളിച്ച് കൊടുത്ത ഒരു 8-10 ദിവസം ആകുമ്പോൾ ഇതിൻ്റെ 2 ഇരട്ടി വലിപ്പമാവും കീരയ്ക്ക് പുഴുക്കളോ ഒന്നും ഇലയിൽ ഒക്കെ പുഴുവൊന്നും ആവില്ല. ഇതിപ്പോൾ കണ്ട ഇതിൻ്റെ മണ്ടയിൽ ഇതിൻ്റെ പൊടി വീണപ്പോൾ ഇതാണ്ട ഇത് വെള്ള കളർ പിടിച്ചിരിക്കും. വെള്ള കളർ അത് കലങ്ങിയ വെള്ളം തളിക്കരുത്. തെളിഞ്ഞതിന് ശേഷം അടിക്കാവും. ഇത് മൊത്തം ചീര നട്ടിട്ടേക്കും. ഒന്ന് കണ്ടോളൂ. ഈ ചീര നിൽക്കുന്ന ചെടികൾ നിൽക്കുന്ന നോക്കിയാൽ നമ്മളിപ്പോൾ നട്ട് കംപ്ലീറ്റ് കോഴിക്കാരൻ ദൂരെ കൂട്ടിയിടും. എപ്പോഴും നമ്മൾ നടുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കുള്ള ഇതിപ്പോൾ ഈ ഇടയൊന്നും കേപ്പൊന്നും കാണില്ല. ഇനി ഒരു 10 ദിവസം കൂടെ 12, 13, 14 ദിവസം കൂടെ കഴിയുമ്പോൾ കീര പുഴു ഇത് കിടക്കണേണ്ട. ഇതിനകത്ത് കിടക്കണമെന്ന് പറഞ്ഞാൽ കൂടുതൽ ആട്ടും മുളക്കേക്ക് നിങ്ങൾ വളം ഇടണം. ചീരയ്ക്ക് ജൈവ വളം തന്നെ കൊടുക്കണം. കൊടുത്ത് നിങ്ങൾ 50 രൂപ വരെ ചീര ഇത് മേടിച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത ഒരു മുറം കാണും. ഇതിനകത്ത് വെറും സിമ്പിളാണ്. ഒരു പില്ല് ആൾക്കാർ ചീര നടുമ്പോൾ വൃത്തിയെ കൂടെ നോക്കണം. എപ്പോഴും പില്ല് കയറരുത്. പില്ല് കയറിയ നമ്മൾ ഇടുന്ന വളം ചീര എടുത്തോണ്ട് പോകും. ചീര വലുതാവില്ല. ഇപ്പം ചീര നിൽക്കുന്ന നോക്ക്, ഇത്രയും ക്യാപ്പുണ്ട്. ഇനി ഒരു 15 ദിവസം കൂടെ കഴിയുമ്പം ഈ ചീരയ്ക്ക് ക്യാപ്പ് കാണില്ല. ഞാൻ ഓരോ ഘട്ടങ്ങളിൽ വീഡിയോ കാണിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടമ്മമാർക്ക് നമ്മളെ തമിഴിൻ്റെ പച്ചക്കറി, തമിഴ്നാട്ടിലെ വിഷരഹിത പച്ചക്കറിക്ക് വേണ്ടി നിങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ കാണിക്കുന്നത്.